ആരാ? വിശ്വത്തെ ഒന്ന് കാണണമായിരുന്നു. വരൂ. ആ. വിശ്വം, ആരോ കാണാൻ വന്നിട്ടുണ്ട്. ആരാ? ആരാന്നറിയില്ല. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ലാത്ത ഒരു യോഗമാകുന്നു ജീവിതം. തെറ്റും ശരിയും ഒക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ മാത്രം. എങ്ങനെ ജീവിക്കണം എന്ന് പഠിച്ചു വരുമ്പോഴത്തേക്കും ജീവിതം തീർന്നു പോകുന്നു. നമ്മളെപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെന്ന് നടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാ. ഞാനും നീയും ദേവനോട് ചെയ്തതും അതൊക്കെ തന്നെയാ. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ അവനെ സ്നേഹിക്കുന്നതായിട്ട് നടിച്ചു. ദേവൻ നമ്മളെ മനസ്സിലാക്കാത്തതുപോലെ നമുക്ക് അവനെ മനസ്സിലായില്ല. ദേവന്റെ ശരികള് നമുക്ക് തെറ്റുകളായിരുന്നു. ഒടുവിൽ അവൻ അവന്റെ വഴിക്ക് പോയി. ചിലതെല്ലാം വിട്ടെറിഞ്ഞാലേ ചിലതെല്ലാം നേടാനാവൂ. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ദേവനായിരുന്നു ശരിയെന്ന്. വിശ്വട്ടിന് എങ്ങനെ ഇപ്പോഴും ദേവേട്ടനെ ന്യായീകരിക്കാനാവുന്നു? വിവാഹശേഷം ഒരിക്കൽ പോലും ദേവേട്ടൻ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. മറ്റെന്തിനേക്കാളും ദേവേട്ടന് വലുത് സാഹിത്യമായിരുന്നു. അതിന്റെ പരാതി പറയാനല്ല ഞാനിപ്പോ വിശ്വട്ടിനെ തേടി വന്നത്. പറയണമെന്ന് കരുതിയിട്ടും ഇത്രയും നാളും പറയാൻ പറ്റാത്തൊരു കാര്യം. കാലം ചെല്ലുന്തോറും അതെന്നെ ശ്വാസം മുട്ടിച്ചോണ്ടിരിക്കുന്നു. ഇത്രയും നാളും ഞാൻ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ മോളുടെ ചോദ്യത്തിന് ഞാൻ എന്തുത്തരാ പറയേണ്ടത്? അതെ, എന്റെ ജയന്തി മോളുടെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് വിശ്വട്ടിന് എത്ര വേണമെങ്കിലും ദേവേട്ടനെ ന്യായീകരിച്ചോളൂ. ദേവനൊരു മോളോ? അതെ, ദേവേട്ടന് ഒരിക്കലും അറിയാത്ത, ദേവേട്ടന് ഒരിക്കലും കാണാത്ത ദേവേട്ടന്റെ മോള്. ഇത്രയും കാലം അവളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഓരോ നുണക്കഥകൾ പറഞ്ഞ് ഞാൻ അവളെ വിശ്വസിപ്പിച്ചു. അച്ഛനെ കാണാൻ വേണ്ടി വീട് വിട്ടിറങ്ങിപ്പോയ എന്റെ മോളെ ഞാൻ എന്ത് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരും? മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ദേവേട്ടന്റെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെ എന്റെ മോളെയും കൊണ്ട് ചെല്ലും? എന്നെ ആട്ടി പയക്കുന്നതിലല്ല, എന്റെ മോളെ ദേവേട്ടൻ തള്ളി പറഞ്ഞ ഏതൊരമ്മയ്ക്ക് അത് സഹിക്കാൻ കഴിയ.
അടുത്തേക്ക്. പോകാൻ സമയമായപ്പോഴേക്കും എനിക്ക് ജേഡി ഇല്ലാത്തൊരു യാത്ര ഇതാദ്യമായിട്ടല്ലേ? മോളെ ഉം. മോളെ ഇതാ ഇതാ ഞാൻ ഒരിക്കലും നിന്നെ യാത്ര അയക്കാൻ എയർപോർട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞു. 3:30 വിമാനം. ആ എല്ലാം ഓർമ്മിപ്പിച്ചതേ അല്ല, അല്ലാതെ എനിക്കെന്താ പ്രത്യേകിച്ച് ഇവിടെ നോക്കിയിരുന്നൊരു കാര്യമൊന്നുമില്ല. താനം കയറി പോകുമ്പോ വല്ലാണ്ട് ഒറ്റയ്ക്കാവും. ഇവിടെ ആവുമ്പോ താൻ ഇവിടെ ഇവിടെ ഉണ്ട് എന്നാ ഫീലിംഗ് നിൽക്കാം. ഇവിടെ നിന്ന് എയർപോർട്ട് വരെയുള്ള കാറിലെ യാത്ര എനിക്ക് ഓർക്കാൻ വയ്യാത്തെ. ഇഷ്ടപ്പെടുന്നതിൽ നിന്നല്ല ആരോ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ. എനിക്ക് താനും തനിക്ക് ഞാനും മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിവ് ഇത്തരം യാത്രകൾ തരുന്നു. ഒരു തരത്തിൽ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ കാണാൻ. പറ്റുന്നില്ല ജേഡി. പറഞ്ഞിടത്ത് നിൽക്കുന്നതല്ലല്ലോ നമ്മുടെ മനസ്സ്. എത്തിയാലുടൻ വിളിക്കണം. ഉം. രവിയെ ഞാൻ വിളിക്കുന്നുണ്ട്. രവിയുടെ വൈഫ് നല്ലൊരു ആസ്വാദകയാണ്. ഷി വിൽ ഗിവ് യു ഗുഡ് കമ്പനി. വാ. അതെ, ആ വടക്കത്തിയായിട്ട് അത്ര പഞ്ചാര വർത്താനൊന്നും വേണ്ട കേട്ടോ. എൽദോ ഒന്ന് സൂക്ഷിച്ചോണേ. ഓ. പോയി വരട്ടെ. ടേക്ക് കെയർ. ഇനി നിന്റെ വല്ലതും എടുക്കാനുണ്ടോ? അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ ഇനി ഒന്നും പറയണ്ട. അന്യ വീട്ടിൽ വന്ന് നിൽക്കുന്നതിന് പരിധിയുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുന്നോണ്ട് ഇവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നിനക്ക് വേണ്ടി അവസാന വഴി ഞാൻ ശ്രമിച്ചതാ. വിശ്വേട്ടനും കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആരെക്കൊണ്ടും ആവില്ല. ഇത്രയൊക്കെ ആയിട്ടും എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. വിശ്വേട്ടനും നിന്റെ അച്ഛന്റെ ഭാഗത്താ. ഇത്രയും നാളും കഴിഞ്ഞതുപോലെ ഇനി അങ്ങോട്ടും കഴിഞ്ഞാ മതി. അതീ കൂടുതലൊന്നും എന്റെ മോൾ ആഗ്രഹിക്കണ്ട. ഞാൻ കൂടെ വല്യച്ഛനെ ചെന്നൊന്ന് കണ്ട. ഇത്രയും കാലം നിന്റെ താളത്തിനൊത്തു തുള്ളി. ഇനിയില്ല. വേറൊരു കാര്യം നീ ഇനി പറയണ്ട. എന്തെങ്കിലും പറഞ്ഞ് ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പോകുന്നില്ല. മര്യാദയ്ക്ക് വാ. വരാൻ.
ഇവിടെ വരാം. അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ല. നമുക്ക് സ്കൂൾ തുറക്കുമ്പോ കാണാം. ഇനി ഇവിടേക്കൊരു വരവുണ്ടാവുമെന്ന് തോന്നുന്നില്ല. പോട്ടെ ദിയേ. ബസ് സ്റ്റോപ്പ് വരെ ഞാൻ കാർ കൊണ്ടുവിടാം. വേണ്ട, ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കോളാം. എന്നാ ആയിക്കോട്ടെ. ശരി. ഇതാ വീട്. ശശി വണ്ടി ഇരിച്ചോട്ടോ, ഞാനും വരുന്നുണ്ട്. വായോ. ഹേയ് തരുൺ, this is an event, man. എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ? ഈ ബെന്നിച്ചിനെ എവിടെ നിട്ടി? ഈ കിടാവേ നമ്മുടെ ബുക്ക് സ്റ്റോളിൽ വന്നിട്ട് ജോർജിനോട് തന്നെ പറ്റിയൊരു അന്വേഷണം. ഈ കെട്ടും മട്ടും കണ്ടപ്പോ കക്ഷി ഹൈദരാബാദ് എനിക്ക് മനസ്സിലായി. ആ ജോർജിന്റെ വലയിൽ കുടുങ്ങാണ്ട് ചൂടോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. തന്റെ ശിഷ്യനെന്ന് പിന്നെ അറിഞ്ഞ്. അത്രേ അറിയുള്ളൂ ഇതിനെ പറ്റി. ഇവന്റെ ഒരു ഒപ്പിന് വേണ്ടി പെൻകുനിന്തിയുടെ വാതിൽക്കൽ ചൂട്ടും കെട്ടി കാത്തു കിടക്കാറുണ്ട് തന്റെ മുതലാളി ജോൺ കുരുവിള. മേറ്റ് മിസ്റ്റർ തരുൺ മേനൻ, പെൻകുനിന്തിയുടെ റെസിഡന്റ് എഡിറ്റർ. ചേടാ, ഇതെന്താ നീ നേരത്തെ പറയാഞ്ഞേ? ഒരു ടാക്സി വിളിക്കായിരുന്നല്ലോ. ഓട്ടോയില് ഞാൻ ബെന്നിച്ച, നെവർ മൈൻഡ്. ഓട്ടോയിൽ യാത്രയായിട്ട് കുറെ കാലായി. പണ്ട് പഠിക്കുന്ന കാലത്ത് തിരൂരങ്ങാടിയിൽ ഓട്ടോ ഡ്രൈവർമാരായിരുന്നു കമ്പനി. അപ്പൊ നീ നമ്മുടെ ഗ്രൂപ്പ് തന്നെയാ? പിന്നല്ലാതെ. ബെന്നിച്ചമ്മ ഒരു ചായ കുടിക്കാം. ഇല്ല ചെയ്തവാ, ഇപ്പൊ വരാന്ന് പറഞ്ഞ് പേടിയെന്ന് ഇറങ്ങിയതാ. നമ്മുടെ പണി പോവും. താങ്ക് യു. ആ കൊണ്ടുപോവാ, ഞാൻ വരാം. ആ വാടാ. നാദിരയുടെ കമ്പൽഷന് വഴങ്ങി ഞാൻ ഹൈദരാബാദിൽ നിന്നും ഒരു തരത്തിൽ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടുകയായിരുന്നു. ഇനി ഇവിടെ നിന്നും ഓടിപ്പോണമെന്നാണോ നീ പറയുന്നത്? അതല്ല ജെഡി, കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. രാഘവേന്ദ്ര റെഡ്ഡി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ പോകുന്നു. അതിന്? രാഘവേന്ദ്രയെ ജെഡിക്ക് നന്നായി അറിയാലോ. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ റെഡ്ഡി എന്തും ചെയ്യും. അധികാരം മാത്രമാണ് അയാളുടെ ലക്ഷ്യം. അതിന് തടനിൽക്കുന്നതെന്തും അയാൾ നശിപ്പിക്കും. ഇന്ന് അയാളുടെ മുന്നിലുള്ള ഏക തടസ്സം ജെഡിയാണ്. ജെഡിയുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ്. രാഘവേന്ദ്ര റെഡ്ഡി 400 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നതിന് തെളിവായുള്ള ഡോക്യുമെന്റ്സ്. റാംസാഗർ ഡാം കോഴക്കേസ്, ചാർമിനാർ ഫ്ലൈ ഓവർ, വിഹാരാബാദ് രാജമുന്ദ്രി ഹൈവേ തുടങ്ങി റെഡ്ഡി PWD മിനിസ്റ്ററായപ്പോൾ നടത്തിയ അഴിമതി കഥകൾ. ഇതൊക്കെ ജെഡിയുടെ ലാപ്ടോപ്പിലിരിക്കുന്നിടത്തോളം കാലം റെഡ്ഡി സുരക്ഷിതനല്ല. അതുകൊണ്ട് തന്നെ ജെഡിയും. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല. ജെഡിക്കിപ്പോൾ ശത്രുക്കൾ രണ്ടാണ്. രാഘവേന്ദ്ര റെഡ്ഡിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പരമ്പരാഗത വൈരിയായ അപ്പാറാവു ആണ്. റെഡ്ഡിക്കെതിരെയുള്ള രേഖകൾ ജെഡിയുടെ കൈവശമുണ്ടെന്ന് അപ്പാറാവുവിനും അറിയാം. റാവുവും ജെഡിക്കു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു.
റാവുവിന് തന്റെ വിജയമുറപ്പിക്കാനുള്ള ഏക വഴി റെഡ്ഡിക്കെതിരെയുള്ള ജെഡിയുടെ കൈവശമിരിക്കുന്ന ഡോക്യുമെന്റ്സ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുക എന്നതാണ്. റാവു ജെഡിക്ക് വേണ്ടി വലവീശിയ വിവരം റെഡ്ഡിക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ടുപേരെയും സംബന്ധിച്ച് ഇത് അധികാരം നിലനിർത്താനുള്ള ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ആര് ജയിച്ചാലും തോൽക്കുന്നത് ജെഡിയായിരിക്കും. അവരെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും കുടിപ്പകയുടെയും ചെറിയൊരു അധ്യായം മാത്രമാണ്. പക്ഷേ ജെഡിക്കിത് ജീവന്റെ തന്നെ പ്രശ്നമാണ്. പക്ഷെ ജെഡി രാഘവേന്ദ്ര അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. അയാൾക്ക് ജെഡിയെ വേണം, ഡെഡ് ഓർ ലൈവ്. ഒരിക്കൽ അവരുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ജെഡിയെ ഇത്തവണ അവർ വെറുതെ വിടില്ല.